സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. മഹീന്ദ്രയുടെ ജീറ്റോ മിനി വാൻ 2018 മോഡൽ വിൽപ്പനക്കുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിനോട് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാറില്ലേ, വണ്ടികളൊന്നും ഇപ്പോൾ വരാറില്ലെന്നൊക്കെ. തീർച്ചയായിട്ടും ഈ 2018 ജീറ്റോ മിനി വാന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടി തന്നെയാണ്. എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളുടെ വീഡിയോ പെട്ടെന്ന് ലഭിക്കാനായി നിങ്ങൾ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഏതായാലും വീഡിയോട്ട് പോകാം. മഹീന്ദ്രയുടെ ജീറ്റോ 2018 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്, പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് വണ്ടി. KL 59 രജിസ്ട്രേഷനിലുള്ള 2018 മോഡൽ മഹീന്ദ്രയുടെ സിംഗിൾ ഓണർ ജീറ്റോ മിനി വാന്. കേരിയറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വൃത്തിയുള്ള വാഹനമാണ്. റിപ്പൈൻറ്റിംഗ് ഒന്നും കൂടുതലൊന്നും കയറിയിട്ടില്ല. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററികളൊന്നും വാഹനത്തിന് ഇല്ല എന്നുള്ള പ്രത്യേകത വേറെ തന്നെയാണ്. വണ്ടിയുടെ ടയർ ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ മുമ്പിലെ ടയർ ഒരു 35% മുമ്പിലെ ടയർ, നേരത്തെ ഓപ്പോസിറ്റ് സൈഡിലെ ഭാഗം ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 45% നേരെ ഓപ്പോസിറ്റ് ഡ്രൈവർ, അതാ ഡ്രൈവർ ഇരിക്കുന്ന നേരെ താഴത്തെ ടയർ 45% തന്നെയാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത്. ഇത് നോർമലി വാഹനത്തിന് ജീറ്റോ മിനി വാന് പൊതുവെ വരാറുള്ളത് റെക്സിനാണ് വരാറുള്ളത്. ഇതിനങ്ങനല്ല, ഇത് പിന്നെ ഗ്ലാസ്സാണ്, അഥവാ കാറിൻ്റെ മാനുവലായിട്ടുള്ള പൊന്തിക്കുന്ന രീതിയിലുള്ള ഗ്ലാസ്സാണ് ഇതിന് വണ്ടിയിൽ വരുന്നത്. അതുപോലെ തന്നെ നേരത്തെ കണ്ടതിന് ഓപ്പോസിറ്റ് സൈഡിലെ പിറകുവശത്തെ ടയറാണിത്. ഇത് ഫുള്ളാണ് ടയർ. അതായത് ഫുള്ളെന്ന് പറയുക ഒരു 90% ടയർ ഭാഗങ്ങളുണ്ട്. വണ്ടിയുടെ കസ്റ്റമർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ ചെറിയൊരു ചവിട്ടുപടിയാണ് കൊടുത്തത്. ചെറിയ ചവിട്ടുപടിയാണ്. അഥവാ ഈ ടയറിനോടുള്ള പിന്നെ ഡിസ്റ്റൻസിൽ തന്നെയാണ്, അഥവാ പുറത്തേക്കുള്ള ഡിസ്റ്റൻസിൽ തന്നെയാണ് വാഹനത്തിൻ്റെ ചവിട്ടുപടി കൊടുത്തത്. എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗങ്ങളിലുള്ള തട്ടലും മുട്ടലൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും. മറ്റു ചെറിയ പോക്കറ്റ് റോഡിനൊക്കെ വണ്ടികൾ കൊണ്ടുപോകുമ്പോൾ ഈ ചവിട്ടുപടി നീളമുള്ളത് കൊണ്ട് ചില പോക്കറ്റ് റോഡിന് വണ്ടി തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ആ ഒരു പ്രശ്നങ്ങൾ ഈ വാഹനത്തിനില്ല. അതുപോലെ തന്നെ വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല കട്ട് സീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് പുറമെ ഒരു കവറിങ് ആയിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ കണക്ഷൻ അതുകൊണ്ട്. അതുപോലെ തന്നെ മറ്റു എക്സ്ട്രാ അതുപോലെ ഇതിന് ഡാഷ്ബോർഡിന് തുളക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കമ്പനി ഉള്ളതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ താഴ്ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വൃത്തിയുണ്ട്. അഥവാ കമ്പനി ഉള്ളതുപോലെ തന്നെയാണ്. പാച്ചോറും കാര്യങ്ങളൊന്നുമില്ല. പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാണ്. അത് ഫ്രണ്ട് ഭാഗമൊന്നും നല്ല വൃത്തിയുണ്ട്. ആക്സിഡൻ്റ് ഇല്ല. അവിടെ ഡ്രൈവറേക്ക് നേരെ താഴത്തെ ഭാഗത്തെ കുറ്റി നോക്കുകയാണെങ്കിൽ അവിടെ വലിയ വിഷയങ്ങളൊന്നുമില്ല. അതുപോലെ കസ്റ്റമർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ നേരത്തെ ഫ്രണ്ട് സീറ്റ് കണ്ടതുപോലെ തന്നെയാണ് കട്ട് സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പിന്നെ കാറിൻ്റെ അതുപോലെ തന്നെ മാനുവലായിട്ട് തിരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ പിറകുവശത്തെ പ്ലാറ്റ്ഫോമാണിത്. നല്ല വൃത്തിയുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗമാണിത്. ഇവിടെയൊക്കെയാണ് ഒരു കുട്ടി സീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിന് ഇവിടെയും വലിയൊരു വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. 2018 മോഡൽ. 2018 ഏതാണ്ട് സെപ്റ്റംബർ മാസം തോന്നുന്നുണ്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. സിംഗിൾ ഓണർ വണ്ടി. അതുപോലെ പിറകുവശം എന്ന് പറയുകയാണെങ്കിൽ കമ്പനി ഉള്ളതുപോലെ തന്നെയാണ്. റെക്സിനാണ്. പൊതുവെ ചില വാഹനങ്ങൾക്ക് ഇത് ഫുൾ ഗ്ലാസ് വരാറുണ്ട്. ഇതിൻ്റെത് ഈ ഭാഗം റെക്സിനാണ് വരുന്നത്. നേരെ പിറകുള്ള സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്തെ ബോഡി നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ ശകലം ചെറിയൊരു തട്ടിയിടുന്നുണ്ട്. മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതൊന്നും പിടിച്ചു കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റുന്ന രീതിയേ ഉള്ളൂ. 2025 ജനുവരിയിലാണ് വാഹനത്തിൻ്റെ ഫിറ്റ്നസ് വരുന്നത്. വാങ്ങുന്ന ആൾക്ക് പുതിയ ഫിറ്റ്നസ്സോട് കൂടിയോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലോ നിങ്ങൾക്ക് വാഹനം വാങ്ങാം. അതുപോലെ തന്നെ ഇൻഷുറൻസ് 2025 സെപ്റ്റംബർ മാസം വരെ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ട്. 2018 മഹീന്ദ്ര ജീറ്റോ മിനി വാൻ 1,30,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയത്. ജെനുവിൻ കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ വാഹനം വാങ്ങാൻ, നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയ്ക്കായി ബെല്ലൈക്കൺ അമർത്താനും മറക്കും.